ഓപ്പറേഷൻ തൂഫാൻ ജൂലൈ 17 ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണയിൽ. തൂഫാന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. 2000 പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ നജീബ് കാന്തപുരം MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചു. ഈ നാട് ഒട്ടുക്കും ഇതിനുവേണ്ടി സജ്ജമായിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം താഴെ തട്ടിൽ നടക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ നടപ്പാക്കുന്ന തൂഫാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ മാസം 17 വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിലെത്തും. തൂഫാന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ 2000 പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ നജീബ് കാന്തപുരം MLA വിളിച്ചു ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. നമ്മുടെ നാടിനെ ആകെ ഗ്രസിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം കേരളമാകെ നടക്കുകയാണ്. തൂഫാൻ എന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ അതിൽ ശക്തമായി അണിനിരക്കുന്നതിൻ്റെ ഒരു വലിയ പ്രോഗ്രാം, ഒരു മെഗാ തൂഫാൻ ഇവൻ്റ് എന്ന നിലയിൽ വരുന്ന 17-ാം തീയതി ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് 2000-ഓളം വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ്. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി നമ്മളതിൻ്റെ ഒരു തൂഫാൻ വാരിയേഴ്സിനെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ആകമാനം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ലഹരി വിമുക്തമാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും മാത്രമല്ല, പൊതുജനങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് അതിൻ്റെ മുൻകൈ എടുക്കേണ്ടത് എന്ന നിലയിൽ 2000-ലേറെ തൂഫാൻ വാരിയേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. തുടർന്ന് ഒരു വർഷത്തെ മെഗാ ആക്ഷൻ പ്ലാൻ കൂടി ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കും. ഇതിൻ്റെ പ്രചരണാർത്ഥം വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ കൂടി നടക്കുകയാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ ലഹരിമുക്ത മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് ജൂലൈ 17 ഔദ്യോഗികമായി തുടക്കമാവുമെന്ന് നജീബ് കാന്തപുരം MLA അറിയിച്ചു. ഇതിനായി തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ തൂഫാൻ വാരിയേഴ്സിന് രൂപം നൽകും. ജൂലൈ 17 നടക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭയിലും പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ വിളംബര ജാഥകൾ സംഘടിപ്പിക്കും. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ തൂഫാൻ ഷൂട്ടൌട്ട് മേളകളും സംഘടിപ്പിക്കും. പരിപാടികൾ തീരുമാനിക്കുന്നതിന് MLA വിളിച്ചു ചേർത്ത യോഗം ക്രിയ സിവിൽ സർവീസ് അക്കാദമി ഹാളിലാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആയിഷ മേക്കോട്ടിൽ, സുലൈഖ കരിമ്പന, ഷഹീന മോൾ, പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, എക്സൈസ് ഇൻസ്പെക്ടർ M അനൂപ്, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് U അബ്ദുൽ കരീം, തഹസിൽദാർ A വേണുഗോപാൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു, നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, ഡോക്ടർ P ഉണ്ണീൻ, AK നാസർ, ആനന്ദൻ അരണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. PK സുജീഷ്, AEO കുഞ്ഞുമൊയ്തീൻ, C മുഹമ്മദ് മുസ്തഫ, CK ഹാരിസ്, ഭാരതി K, ഡോക്ടർ P അഫ്സൽ ജമാൽ, സിദ്ദിഖ് വാഫി, KM ഫത്താഹ്, അൻവർ സാദത്ത്, ജമാൽ ചെറുവാടി, മുനീർ പനക്കട, തെക്കത്ത് ഉസ്മാൻ, PG സാഗരൻ തുടങ്ങിയവരും പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർക്കും. MLAയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് റൈഡ് നടത്തും. ഫ്ലാഷ് മോബ്, രചനാ മത്സരങ്ങൾ, റീൽസ് മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ, മാരത്തൺ, പ്രഭാത സവാരി, ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. എല്ലാ പഞ്ചായത്തിലും സ്പെഷ്യൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും. എല്ലാ സ്കൂളുകളിലും സ്പെഷ്യൽ അസംബ്ലികൾ ചേരും. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ പ്രചാരണ പരിപാടികൾ നടക്കും. 17-ന് 10,000-കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗമാകുന്ന തരത്തിലേക്ക് നമ്മളുടെ ഇവൻ്റ് വളരെ ഗംഭീരമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. തൂഫാൻ എന്ന് പറയുന്ന ആ കൊടുങ്കാറ്റ് എല്ലാ ലഹരി മാഫിയയുടെയും അടിവേരുകൾ പിഴുതുപോകുന്ന തരത്തിലേക്ക് പോകും. കേരളത്തിലെ ആ വലിയ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഭോക്താക്കളാക്കി മാറ്റാൻ പെരിന്തൽമണ്ണയിലെ ചെറുപ്പക്കാർ ഒരുങ്ങുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫുട്ബോളിൻ്റെ ആവേശം പതഞ്ഞുയരുന്ന ലോകകപ്പിനിടയിലാണ് ഈ ഒരു വലിയ ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഫുട്ബോൾ കൂടി ലഹരിക്കെതിരായിട്ടുള്ള ഒരു ടൂളായി ഉപയോഗിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.